ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. പലരും കമൻസ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ഫോണിലുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ എൻ്റെ രഹസ്യങ്ങളൊക്കെ എൻ്റെ വൈഫിൻ്റെ ഫോണിൽ കിട്ടുന്നു, അല്ലെങ്കിൽ വൈഫിൻ്റെ കാര്യങ്ങളെല്ലാം ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ ഫോട്ടോകളെല്ലാം കിട്ടുന്നു, അല്ലെങ്കിൽ രഹസ്യങ്ങളെല്ലാം കിട്ടുന്നു. ഇത് വളരെയധികം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ള പലർക്കും അറിയില്ല. എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ രഹസ്യങ്ങൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ അറിയാത്തൊരു കാര്യമാണ്. അത് അറിയാതെ രഹസ്യങ്ങളെല്ലാം പരസ്യമാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ കൊടുക്കുക, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ഇത് നമ്മൾ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗാലറി തുറന്നു നോക്കിയാൽ നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ കാണാം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ മൊബൈലിലെ ഗാലറിയിലല്ലേ, എന്താ ഇപ്പോൾ പ്രശ്നം എന്നുള്ളത് നമ്മൾ വിചാരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊന്ന് പ്ലേ സ്റ്റോറിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ പ്ലേ സ്റ്റോറിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യുക, എന്ത് ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും ഈ ഗൂഗിൾ ഫോട്ടോസ് എന്താണെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാം, ഇതേ ഫോട്ടോസൊക്കെ എവിടെ കാണുന്നുണ്ട്? ഗൂഗിൾ ഫോട്ടോസിലും കാണുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഇവിടെ ഈ ഗൂഗിൾ ഫോട്ടോസ് കിടക്കുന്ന എവിടെയാണ്? നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി നിങ്ങളുടെ പ്രൊഫൈലിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ജിമെയിൽ ഐ ഡി ആ പ്രൊഫൈൽ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. ഇത് രണ്ടും കണക്റ്റഡ് ആയി കിടക്കുന്നത് കൊണ്ടാണ് ഇത് നിങ്ങളുടെ വൈഫിൻ്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഫോണുകളിൽ ജിമെയിൽ ഐ ഡി നിങ്ങൾ അഥവാ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ അവർ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം അവരുടെ ഫോണിലെത്തും. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൽ സെറ്റിങ്സ് ഓൺ ചെയ്യാം. സെറ്റിങ്സ് ഓൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഗൂഗിൾ ഒന്ന് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിളിലൊന്ന് കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം, നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ കാണാം. അത് കറക്റ്റ് ആണോ നോക്കുക. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക. ഈ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഹോം കാണാം, പേഴ്സണൽ ഇൻഫോ കാണാം, അതുപോലെ തന്നെ ഡാറ്റ പ്രൈവസി, അതിൻ്റെ തൊട്ടടുത്തുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ കൊടുക്കേണ്ട സെക്യൂരിറ്റി എല്ലാം ഇതിലാണ് ഉണ്ടാവുക. അതായത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലാണ് ഉണ്ടാവുക. ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു ഇമെയിൽ ഐ ഡിയുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ജസ്റ്റ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ലോഗിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ രഹസ്യങ്ങളും അവരുടെ ഫോണിൽ ജിമെയിൽ ഐ ഡി വഴി അവർക്ക് കാണാൻ സാധിക്കും. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് താഴേക്ക് വന്നാൽ യുവർ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ 3 സെഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. 3 ഡിവൈസിൽ നമ്മുടെ ഫോണ് അല്ലെങ്കിൽ ഇമെയിൽ കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ് ഓൾ ഡിവൈസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. താഴെ മാനേജ് ഓൾ ഡിവൈസസ്, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇത് രക്ഷപ്പെടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. മാനേജ് ഓൾ ഡിവൈസസ് എന്ന് പറയുന്നത് ഇത് വീഡിയോ അവസാനം വരെ കാണാം. ഇതിൽ ഏറ്റവും അവസാനമാണ് ഒരു ടേണിംഗ് പോയിന്റ്. അത് മുഴുവൻ മനസ്സിലാവണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണും. ഇവിടെ ഡിവൈസസ്, യുവർ ഡിവൈസ് കാണിക്കുന്നുണ്ട്. 28 ദിവസമായി നമുക്ക് ഇതിൽ കണക്ട് ആയിരിക്കുന്ന ഡിവൈസസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഫോൺ അല്ലാതെ നിങ്ങൾ കണക്ട് ചെയ്തല്ലാതെ മറ്റേതെങ്കിലും ഡിവൈസ് ഇതിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഞാനിതൊന്ന് കാണിക്കുന്നത് ഐഫോൺ എസ് കാണിക്കുന്നുണ്ട്, അത് ഓക്കെയാണ്. ഓപ്പോ ഫോൺ കാണിക്കുന്നുണ്ട്, അതും എൻ്റെ തന്നെയാണ്. പിന്നെ ഐഫോൺ 13 കാണിക്കേണ്ടത്, അതും എൻ്റെ തന്നെയാണ്. ഇപ്പം ഇതിലൊന്നും കുഴപ്പം കാണിക്കുന്നില്ല. ഇവിടെ ഐഫോൺ വിവോ കാണിക്കുന്നുണ്ട്, അതെല്ലാം എൻ്റെ തന്നെയാണ്. പക്ഷേ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ കഴിയുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഓരോ സെഷനിൽ കയറിയത് കാണിക്കുന്നുണ്ട്. ഇവിടെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അത് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവിടെ കണ്ടില്ലേ, മാക് കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ ഒരു ഐ ഡി ആരോ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അറിയാതെ കണക്ട് ചെയ്തതാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സമയത്താണ് അത് ഞാൻ കാണുന്നത് തന്നെ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് 8 മാർച്ചിന് ടൈം അടക്കം കാണിക്കുന്നുണ്ട്. ഇത് ഞാനല്ല ഇത് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ നോക്കുക. ആരെങ്കിലും ഇതേപോലെ വേറെ ഏതെങ്കിലും ഡിവൈസിൽ കണക്ട് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നേരെ ഈ സൈൻ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ഔട്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു സിസ്റ്റം ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് അതിൽ കാണിക്കും. അവിടെ കയറിയിട്ട് സൈൻ ഔട്ട് കൊടുക്കുക. അത് വായിച്ചു നോക്കിയതിന് ശേഷം സൈൻ ഔട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ബാക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യുക, താഴേക്ക് വന്നിട്ട് സൈൻ ഔട്ട് ആയിട്ടില്ലേ എന്നുള്ളത്. ഏറ്റവും താഴെ ഇവിടെ നോക്കുക, മാക് OSൽ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ സൈൻ ഔട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പല രഹസ്യങ്ങളും ലീക്ക് ആവുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ഫോണൊന്ന് എടുത്തിട്ട് സെറ്റിങ്സിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇനി ഒരാളും ഇതേപോലെ ലീക്ക് ആവാത്ത രീതിയിൽ രക്ഷപ്പെടും. ഈ വീഡിയോ
കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് നോക്കുക നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഏതാണെന്നുള്ളത്. കാരണം പലർക്കും കുറേ ജിമെയിൽ ഐ ഡികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സിലൊന്ന് കയറിയതിന് ശേഷം നോക്കുക ഏതെങ്കിലും ഡിവൈസസ് ഇതേപോലെ കണക്റ്റഡ് ആയിട്ടുണ്ടോ എങ്കിൽ ഇപ്പോൾ തന്നെ സൈൻ ഔട്ട് ചെയ്ത് ഒഴിവാക്കുക. എങ്കിൽ നിങ്ങളുടെ ഈ രഹസ്യങ്ങളൊന്നും ലീക്ക് ആവാതിരിക്കുന്നതിന് വളരെ ഉപകാരമാവും. ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.